കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കോട്ടമൊഴി പാലത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ. നിർമ്മാണത്തിലിരിക്കുന്ന പാലം അപ്രോച്ച് റോഡിന്റെ അരിക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പൊതുമരാമത്ത് വകുപ്പ് 4.21 കോടി രൂപ മുടക്കി മുക്കം ചെറുവാടി NM ഹുസൈൻ ഹാജി റോഡിൽ പുനർനിർമ്മിക്കുന്ന കോട്ടമൊഴി പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സൈഡാണ് ഇടിഞ്ഞത്. 20 മീറ്ററോളം ഭാഗം മണ്ണിടിഞ്ഞ് താഴോട്ട് പതിച്ചിട്ടുണ്ട്. 6 മാസം മുമ്പ് പാലത്തിന്റെ പാർശ്വഭിത്തി തകർന്ന് 50 മീറ്ററോളം പുഴയിലേക്ക് പതിച്ചിരുന്നു. ഈ ഭാഗം പുനർനിർമ്മാണം നടക്കുന്നതിനിടെയാണ് കാരശ്ശേരി പഞ്ചായത്തിൽപ്പെട്ട ഭാഗത്തെ മണ്ണിടിഞ്ഞത്. ഇത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. നേരത്തെ മാർച്ച് മാസം പകുതിയോടെ പാലം താൽക്കാലികമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരുന്നു. മാസങ്ങളായി നിർത്തിവെച്ചിരുന്ന ബസ് സർവീസ് ഉൾപ്പെടെ പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റോഡിൻ്റെ അരികിടിഞ്ഞതോടെ വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഈ ഭാഗത്തെ ഗതാഗത പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കും. 2 ആഴ്ച കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ തുറക്കാനിരിക്കെ വിദ്യാർത്ഥികൾക്കും വലിയ തിരിച്ചടിയാണ്. കൊടിയത്തൂർ നിവാസികളുടെ പ്രധാന ആശ്രയമായ ഈ റോഡ് പാലത്തിൻ്റെ പ്രവൃത്തി മൂലം മാസങ്ങളായി അടച്ചിട്ട നിലയിലായിരുന്നു. 40 വർഷം മുമ്പ് നിർമ്മിച്ച പാലത്തിൻ്റെ കമ്പികൾ പുറത്തു ചാടി സംരക്ഷണ ഭിത്തി തകർന്ന് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് 11 മീറ്റർ വീതിയിലും 18 മീറ്റർ നീളത്തിലും പാലം പുനർനിർമ്മിക്കുന്നത്. ഗവൺമെൻറ് സ്കൂളുകളും ആശുപത്രികളുമടക്കം നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൊടിയത്തൂരിലേക്കുള്ള ആശ്രയമായ റോഡിൻ്റെ പ്രവൃത്തി കാരണം വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കൊടിയത്തൂർ ചെറുവാടി ഭാഗങ്ങളിലേക്ക് നിരവധി ബസ് സർവീസ് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും സർവീസ് നടത്താത്ത അവസ്ഥയിലേക്കും വീണ്ടും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ വീണ്ടുമുണ്ടായതോടെ പാലം പ്രവൃത്തി പെട്ടെന്ന് പൂർത്തിയാവുമെന്നുള്ള കാത്തിരിപ്പും തുടരുകയാണ്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.